പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2026 ജൂൺ മാസം 13 ആമേൻ ശനിയാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കൈകളെ ഉയർത്തി പിടിച്ചിട്ട് ഈ നല്ല കർത്താവിൽ നിന്ന് സ്തോത്രം ചെയ്തേ. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചില്ലേ. കർത്താവിൻ്റെ വൻ കൃപയ്ക്കായിട്ട് സ്തോത്രം പറഞ്ഞിട്ട് അനർത്ഥങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ഒക്കെയും കഴിഞ്ഞ പകൽക്കാലം നമ്മളെ വിടുവിച്ചു. നമ്മുടെ സഭായോഗത്തെ അനുഗ്രഹമാക്കി തീർത്തു. കർത്താവിന് സന്തോഷത്തോടെ സ്തോത്രം പറഞ്ഞ് കൈകൾ ഉയർന്നിരിക്കട്ടെ. എന്നിട്ട് പറ, കർത്താവേ സ്തോത്രം 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 സ്തോത്രം. പോയ രാത്രിയിൽ സ്വസ്ഥമായി ഉറങ്ങുവാൻ കർത്താവ് സഹായിച്ചില്ലേ. അതിനായിട്ട് കർത്താവിന് നന്ദി പറഞ്ഞാട്ട് കരങ്ങളെ ഉയർത്തി സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ ഞങ്ങളെ ഉണർത്തിയ ദൈവകൃപയ്ക്കായിട്ട് കർത്താവിന് സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തീശുവിൽ ഞങ്ങളെ ജയോത്സവമായി നടത്തുന്നതിന് കർത്താവിന് നന്ദി പറയുക. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ നന്ദി പറയുക. ഞങ്ങളെ ആരോഗ്യത്തോടെ സൂക്ഷിക്കുന്നതിന് നന്ദി, ഞങ്ങളെ സൗഖ്യത്തോടെ സൂക്ഷിക്കുന്നതിന് നന്ദി. അനർത്ഥങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നൊക്കെയും ഞങ്ങളെ വിടുവിച്ച് കൈപിടിച്ച് നടത്തുന്ന ദൈവകൃപയ്ക്കായിട്ട് ഞങ്ങൾ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അപ്പം ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, അപ്പം ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന കർത്താവെ. കഴിഞ്ഞ ഒരാഴ്ചക്കാലം കർത്താവെ ഞങ്ങളെ അത്ഭുതമായി നടത്തിയതിന് സ്തോത്രം. എല്ലാ ദിവസവും പ്രഭാതത്തിൽ ഞങ്ങളെ എഴുന്നേൽപ്പിച്ചതിന് സ്തോത്രം. എല്ലാ ദിവസവും പ്രഭാതത്തിൽ ഈ മോർണിംഗ് മെസ്സേജ് കേൾക്കുവാനും പറയുവാനും കൃപ തന്നതിന് സ്തോത്രം. കർത്താവെ കഴിഞ്ഞ ആഴ്ചയിലെ ഓരോ ദിവസങ്ങളും അങ്ങയുടെ കൃപ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ശനിയാഴ്ച അങ്ങ് ഞങ്ങളെ പരിപാലിച്ചതിന് സ്തോത്രം. കഴിഞ്ഞ ഞായറാഴ്ച ഞങ്ങളെ അത്ഭുതമായി നടത്തിയതിന് സ്തോത്രം. അപ്പോൾ കഴിഞ്ഞ തിങ്കളാഴ്ച കർത്താവ് ഞങ്ങളെ കൈപിടിച്ച് നടത്തിയതിന് സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. ചൊവ്വാഴ്ച അത്ഭുതകരമായി നടത്തിയതിന് സ്തോത്രം. ബുധനാഴ്ചയും അങ്ങയുടെ കൃപ ഞങ്ങൾ അനുഭവിച്ചു. കഴിഞ്ഞ ആഴ്ചയിലെ 2 ഓൺലൈൻ മീറ്റിങ്ങുകൾ തിങ്കളും കർത്താവെ ബുധനും അനുഗ്രഹമാക്കി തീർത്തു. അതിനായിട്ടും സ്തോത്രം. അതുകൂടാതെ കർത്താവെ വ്യാഴാഴ്ച ദിവസവും അങ്ങ് ഞങ്ങളെ പരിപാലിച്ചു. ഇന്നലെയും ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടി വന്നു അങ്ങേ ആരാധിക്കുവാൻ, അങ്ങേ സ്തുതിക്കുവാൻ അങ്ങ് ഞങ്ങൾക്ക് ഈ ഭൂമിയിൽ അവസരം തന്നു. അതിനായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്തു. ഞങ്ങൾ നന്ദിയോടെ അങ്ങേ സ്തുതിക്കുന്നു, നന്ദിയോടെ അങ്ങേ സ്തുതിക്കുന്ന കർത്താവെ. വീണ്ടും ഈ ശനിയാഴ്ച പ്രഭാതത്തിൽ അങ്ങേ ആരാധിക്കുവാൻ സ്തുതിക്കുവാൻ അങ്ങ് തന്ന നന്മകൾക്കായി സ്തോത്രം. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗവുമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, കർത്താവിൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. പ്രിയപ്പെട്ടവരെ, ഈ ശനിയാഴ്ച ഇന്നത്തെ ദിവസം കർത്താവിനെ സ്തുതിക്കുവാൻ, ആമേൻ, കർത്താവിനെ ആരാധിക്കുവാനായി ഈ സമയം എടുക്കണം. സങ്കീർത്തനക്കാരൻ പറയുന്നത്, ഞാൻ കിടന്നുറങ്ങി യഹോവ എന്നെ താങ്ങുകയാൽ ഞാൻ ഉണർന്നിരിക്കുന്നു. ഈ ആഴ്ച ഓരോ ദിവസവും നമ്മളെ ഉണർത്തിയത് കർത്താവാണ്. ആമേൻ ആമേൻ ഹല്ലേലൂയ ആമേൻ. കർത്താവ് നമ്മളെ രക്ഷിച്ചു പരിപാലിച്ചു. കർത്താവ് നമ്മളെ അനുഗ്രഹിച്ച് കഴിഞ്ഞ ഒരാഴ്ചക്കാലം നടത്തി. അതുകൊണ്ട് ഇന്നത്തെ ദിവസം എന്ത് ചെയ്യണം? കർത്താവിനെ സ്തുതിക്കുവാനായി മാറ്റിവെക്കണം കേട്ടോ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സ്വർഗീയ പിതാവേ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു, ഒരുമിച്ച് അങ്ങേ ആരാധിക്കുന്നു. അങ്ങ് നല്ലവൻ, അങ്ങ് വല്ലഭൻ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. അപ്പം ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ മുഖത്തേക്ക് നോക്കുക. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കൃപയും സമാധാനവും ഇവരുടെ ജീവിതത്തിൽ നിറഞ്ഞു കവിയട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആരോഗ്യവും ദീർഘായുസ്സും സന്തോഷവും സമാധാനവും സ്വസ്ഥതയും ഉണ്ടാകട്ടെ. ദൈവിക സമൃദ്ധി ഉണ്ടാകട്ടെ. രോഗങ്ങൾ ഇവരുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകട്ടെ. എല്ലാ രോഗശക്തികളും യേശുവിൻ നാമത്തിൽ മാറിപ്പോകട്ടെ. ജീവിതത്തിൽ മുമ്പിൽ നിൽക്കുന്ന ആമേൻ തടസ്സങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. നന്മകൾ കൊണ്ട് ഇവർ നിറയപ്പെടട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഇവർ നിറയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവേ, പനിയുടെ അസ്വസ്ഥതയാൽ ബുദ്ധിമുട്ടുന്നവരെ ഞങ്ങൾ ഓർക്കുന്നു. കർത്താവെ, തൊണ്ടയ്ക്ക് അസ്വസ്ഥതയാൽ ബുദ്ധിമുട്ടുന്നവരെ ഓർക്കുന്നു. വായിക്കകത്ത് അൾസർ വന്ന് ഭാരപ്പെടുന്നവരെ ഓർക്കുന്നു. കർത്താവ് പൂർണ്ണ സൗഖ്യം കൊടുക്കണം. ആമേൻ. അതുപോലെ വയറിനകത്ത് അസ്വസ്ഥതയാൽ ഡൈജഷൻ പ്രോബ്ലം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, കോൺസ്റ്റിപ്പേഷൻ അനുഭവിക്കുന്നവർ, ആമേൻ. അതുപോലെ കർത്താവെ, വയറിനകത്ത് ഒന്നും കഴിക്കാൻ കഴിയുന്നില്ല, കഴിക്കുമ്പോഴത്തേക്കിനും വയർ വീർക്കുന്ന അനുഭവങ്ങൾ എല്ലാം യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അതുപോലെ കർത്താവെ, ഞങ്ങൾ ഇന്ന് പ്രഭാതത്തിൽ എല്ലാ ആർത്രൈറ്റിസ് യേശുവിൻ്റെ നാമത്തിൽ ആമേൻ ബന്ധിക്കുന്നു. കൈകാലുകൾ ജോയിൻറ്റുകളുടെ വേദനകൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അതുപോലെ കർത്താവേ, ആമേൻ, മറ്റ് ആവശ്യങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നവരെ ഓർക്കുന്നു. ഇന്ന് പകൽക്കാലം ദൈവിക പ്രൊവിഷൻ ഉണ്ടാകട്ടെ. എന്ത് ആവശ്യത്തിൻ്റെ മുമ്പിൽ നിൽക്കുക, പൈസയുടെ സാമ്പത്തികമായ ആവശ്യങ്ങൾ എന്ത് തന്നെയാണെങ്കിലും ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക. ഡിവൈൻ പ്രൊവിഷൻ, യഹോവ ജൈറ, യഹോവ ഈരെ, ഞങ്ങൾക്ക് വേണ്ടി കരുതുന്നതിനായി സ്തോത്രം. ദൈവിക പ്രൊവിഷനുകൾ ഉണ്ടാകട്ടെ. അതുപോലെ
മറ്റെല്ലാ ആവശ്യങ്ങളിലും കർത്താവിൻ്റെ കൃപയും സമാധാനവും കൂടെ ഇരിക്കട്ടെ. ആമേൻ. കർത്താവെ, ഈ ദിവസം ഞങ്ങൾ നാളത്തെ സഭായോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. ആമേൻ. കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നവരെ അനുഗ്രഹിക്കുകയും ഈ ദിവസങ്ങളിൽ ശക്തിയോട് ഉപയോഗിക്കുകയും ചെയ്യണം. പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവ് അനുവദിച്ചാൽ ഈ 15-ാം തീയതി തിങ്കളാഴ്ച നമുക്കൊരു സ്പെഷ്യൽ ഫാസ്റ്റിംഗ് ഡേ ആണ്. ഈ മാസത്തിൻ്റെ പകുതി ദിവസത്തിൽ നമ്മൾ എത്തുന്നു. ആമേൻ. 15-ാം തീയതി പ്രാർത്ഥനയും ഉപവാസവുമായിട്ട് നമ്മൾ ആകുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളെ ഇപ്പോഴേ പറയുന്നത്, നിങ്ങൾ അതിനുവേണ്ടി മെൻ്റലിയും ഫിസിക്കലിയും ഒക്കെ ഒന്ന് പ്രിപ്പയർ ആകുവാൻ വേണ്ടിയാണ്. അന്ന് വൈകിട്ട് കർത്താവ് അനുവദിച്ചാൽ നമുക്ക് ആലയത്തിൽ വെച്ച് മീറ്റിംഗ് ഉണ്ടാകും. പ്രാർത്ഥനയോടുകൂടെ നിങ്ങൾ അതിൽ പങ്കെടുത്താൽ കർത്താവ് അത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാക്കി തീർക്കും കേട്ടോ. സ്തോത്രം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് പ്രഭാതത്തിൽ ആമേൻ നമ്മൾ ചിന്തിക്കുന്ന ഭാഗം 1 ശമൂവേലിൻ്റെ പുസ്തകം 30-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം. എന്നാൽ ദാവീദ് യഹോവയോട്, ഞാൻ ഈ പരീക്ഷയെ പിന്തുടരണമോ, ആമേൻ, അല്ലെങ്കിൽ ഈ പടക്കൂട്ടത്തിനെ പിന്തുടരണമോ, അവരെ എത്തിപ്പിടിക്കാമോ എന്ന് ചോദിച്ചു. പിന്തുടരുക, നീ അവരെ നിശ്ചയമായി എത്തിപ്പിടിക്കും, സകലവും വീണ്ടുകൊള്ളും എന്ന് അരുളപ്പാടുണ്ടായി. അപ്പം ഇവിടെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നത്, ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം നോ റോങ് ഡിസിഷൻ, തെറ്റായ തീരുമാനങ്ങളൊന്നും എടുക്കുവാൻ നമുക്ക് റൈറ്റ് ഇല്ല. കാരണം നമ്മുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വസിക്കുന്നു. നമുക്ക് ഏറ്റവും നല്ല ഗൈഡായി ആരംഭവും അവസാനവും അറിയുന്ന ദൈവം നമ്മുടെ കൂടെയുണ്ട്. ആമേൻ. അതുകൊണ്ട് ദൈവത്തിൻ്റെ മക്കൾ എപ്പോഴും ദൈവിക അരുളപ്പാടുകളെ സ്വീകരിച്ച്, അല്ലെങ്കിൽ വെയിറ്റിംഗ് അപ്പോൺ ദ ലോർഡ്, ദൈവത്തിൽ നിന്ന് കേട്ടിട്ട് വേണം ഏത് കാര്യവും ചെയ്യാൻ. ഇവിടെ നമുക്കറിയാം, ദാവീദിൻ്റെ ഒരു പ്രത്യേകതയായിരുന്നു, ദാവീദ് നയിച്ച സകല യുദ്ധങ്ങളും ജയിച്ചിട്ടുണ്ട്. ദാവീദിനെ കുറിച്ച് പറയുമ്പോൾ ദാവീദ് എല്ലാം ദൈവത്തിനോട് ചോദിച്ച് കർത്താവിൽ നിന്ന് സ്വീകരിച്ച് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. ഇവിടെ നമുക്കറിയാം, അതിൻ്റെ 1-ാം വാക്യം പറഞ്ഞ്, ദാവീദും എൻ്റെ ആളുകളും 3-ാം ദിവസം സിക്ലാഗിലെത്തിയപ്പോൾ അമലേക്യർ തെക്ക് ദേശവും സിക്ലാഗും ആക്രമിച്ചു. സിക്ലാഗിനെ ജയിച്ചു, അതിനെ തീ വെച്ച് ചുട്ടുകളഞ്ഞു. അവിടെയുള്ള വലിയവരും ചെറിയവരുമായ സ്ത്രീകളെ പിടിച്ചുകൊണ്ട് തങ്ങളുടെ വഴിക്ക് പോയതല്ലാതെ ആരെയും കൊന്നില്ല. ദാവീദും അവൻ്റെ ആളുകളും പട്ടണത്തിൽ വന്നപ്പോൾ അത് തീ വെച്ച് ചുട്ടിരിക്കുന്നതും ഭാര്യമാരെയും പുത്രിമാരെയും അടിമകളായി കൊണ്ടുപോയിരിക്കുന്നത് കണ്ടു. അപ്പോൾ ദാവീദും കൂടെയുള്ള ജനവും കരയുവാൻ ബലമില്ലാതാകുവോളം ഉറക്കെ കരഞ്ഞു. അപ്പം ദാവീദിൻ്റെ ഭാര്യമാരെയും കൊണ്ടുപോയി, എല്ലാവരെയും കൊണ്ടുപോയി. ദാവീദ് വലിയ കഷ്ടത്തിലായി. ആളുകളെല്ലാം ദാവീദിനെതിരെ നിന്നു. അവൻ ജനം പറഞ്ഞു, ഇവൻ കാരണമാണെന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോൾ ദാവീദ് ഉടനെ ചാടി പുറപ്പെടാൻ തയ്യാറായില്ല. ദാവീദ് കർത്താവിൽ ബലപ്പെട്ടിട്ട് കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇവരെ പിന്തുടരണമോ? എനിക്ക് അവരെ ജയിക്കാൻ കഴിയുമോ? പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും ഇത് തന്നെ. ഏത് ഡിസിഷൻസ് എടുക്കുമ്പോഴും ആസ്ക് ഗോഡ്, ദൈവത്തോട് ചോദിക്കുക. ആമേൻ. ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, എല്ലാ ഡിസിഷനുകളും ദൈവത്തിൽ നിന്ന് വേണം നമ്മുടെ ജീവിതത്തിലേക്ക് വരും. അങ്ങനെ വരുമ്പോൾ നമുക്ക് പരാജയമല്ല, നമുക്കവിടെ ജയമാണ് ഉണ്ടാകുന്നത്. ഇന്ന് കർത്താവിൻ്റെ ആത്മാവ് നമ്മളെ അതാണ് ഓർപ്പിക്കുന്നത്. ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ മക്കളായ നമ്മൾ പലപ്പോഴും ചാടിക്കേറി പല കാര്യങ്ങളങ്ങ് തീരുമാനിക്കും. നമ്മൾ ഈ സോഷ്യൽ ലൈഫിലായതുകൊണ്ട്, സാമൂഹിക ജീവികളായി ഭൂമിയിൽ ജീവിക്കുമ്പോൾ മറ്റു പലരുമായിട്ടുള്ള നമ്മുടെ ബന്ധങ്ങൾ, അവർ ചെയ്യുന്നതുകൊണ്ട് നമ്മളും ചെയ്യുന്നു, അവർ പോകുന്നതുകൊണ്ട് നമ്മളും പോകുന്നു, അവർ അത് തിരഞ്ഞെടുത്തതുകൊണ്ട് ഞാനും അത് തിരഞ്ഞെടുക്കുന്നു എന്നുള്ള ഒരു മനോഭാവം, ഒരു ട്രെൻഡാണ് ഇപ്പോൾ ഉള്ളത്. അങ്ങനെ ആകരുത്. കർത്താവിനോട് ചോദിക്കണം, കർത്താവേ, ഞാൻ ഈ കാര്യം ചെയ്യണമോ? എന്തു തന്നെ ആയിക്കോട്ടെ കേട്ടോ, ഇന്നതെന്ന് പറഞ്ഞ് സമയം കളയുന്നില്ല. എന്തു തന്നെ ആയാലും ദൈവത്തിൽ നിന്നൊരു അരുളപ്പാട് ചോദിക്കുക. കർത്താവിൽ നിന്ന് കേൾക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കൃപയാണ്. പലപ്പോഴും കർത്താവ് മൗനമായിരിക്കും. കർത്താവ് മൗനമായിരിക്കുന്നതും ഒരു ഭാഷയാണ്. അത് നമ്മൾ തിരിച്ചറിയണം. ചിലപ്പോൾ നമ്മൾ കർത്താവ് മൗനമായിരിക്കുമ്പോൾ നമ്മളൊന്നും ചെയ്യാനല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. നമ്മൾ കർത്താവ് മൗനമായിരിക്കുന്നത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കർത്താവിനോട് ചോദിച്ച് സ്തോത്രം പറഞ്ഞിരിക്കുക. കർത്താവ് ഗൈഡൻസ് തരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ തിരഞ്ഞെടുക്കുന്ന ഏത് കാര്യവും അത് സക്സസ് ആയി മാറും. അതുകൊണ്ട് ഇന്ന് ഈ ചെറിയ സന്ദേശത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളോട് ചോദിക്കും. നമുക്കറിയാം, ഇവിടെ ദാവീദ് വിജയിച്ചു, ദാവീദ് പോയി, ദാവീദ് റിക്കവർ ചെയ്ത്, എല്ലാം റിക്കവർ ചെയ്ത് കൊണ്ടുവരും. അപ്പം നമ്മൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നു, കർത്താവിൻ്റെ സന്നിധിയിലിരുന്ന് കർത്താവിനോട് ചോദിച്ച് കർത്താവിൽ നിന്ന് ആലോചനകളെ പ്രാപിച്ചു വേണം ഒരു ദൈവ പൈതൽ ചെറുതും വലുതുമായ ഏത് കാര്യവും ചെയ്യാൻ. വെയിറ്റിംഗ് അപ്പോൺ ദ ലോർഡ് എന്ന് പറഞ്ഞാൽ ചുമ്മാതിരിക്കുകയല്ല. ദൈവത്തിന് സ്തോത്രം പറഞ്ഞ്, കർത്താവേ, ഞാൻ ഇന്ന കാര്യത്തിൽ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാതെ ഭാരപ്പെടുന്നു, അല്ലെങ്കിൽ ഇന്ന പോലെ ഒരു ടീ റോഡിൽ ഞാൻ എത്തുന്നു, റൈറ്റ് എടുക്കണോ ലെഫ്റ്റ് എടുക്കണോ എന്ന് എനിക്ക് അറിയാൻ മേലും, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ ഗൈഡ് ചെയ്യണം എന്ന് പ്രാർത്ഥിക്കുക. അപ്പോൾ കർത്താവ് നമുക്ക് അതിനാവശ്യമായ ഗൈഡൻസ് തന്ന് നമ്മളെ അനുഗ്രഹിക്കും. കർത്താവേ, ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന ഓരോ ദൈവമക്കൾക്കും കർത്താവിൻ്റെ ശബ്ദം കേട്ട് കാര്യങ്ങളെ തീരുമാനിക്കുവാനുള്ള ഒരു ദൈവ
ദൈവകൃപ കൊടുത്ത് അനുഗ്രഹിക്കണം. ഇവരെ ബ്ലസ് ചെയ്യുന്നു ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവിക കൃപയിൽ നിങ്ങളെ പൊതിയട്ടെ. നിങ്ങൾ അനേകർക്ക് ബ്ലെസ്സിങ് ആയി തീരുവാൻ കർത്താവ് സഹായിക്കട്ടെ കേട്ടോ. ആമേൻ. കരങ്ങൾ ഉയർത്തി പറഞ്ഞ് ആമേൻ. എൻ്റെ തലയെ കർത്താവ് എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും. എൻ്റെ പാനപാത്രം നിറഞ്ഞു കവിയും. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ച് പെരുകും. വി ആർ ബ്ലസ്ഡ്. വി ആർ റിയലി ബ്ലസ്ഡ്. വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് highly favored. God bless you. God bless you. God bless you.